ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. കരുണാസമ്പന്നനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ വചനം അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്, അത് വിശ്വാസ്യമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. അല്പബുദ്ധികളായ അടിയങ്ങൾക്ക് ആ ജ്ഞാനം പകർന്നു തരണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭാ കലണ്ടർ അനുസരിച്ചുള്ള നോമ്പ് കാലത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. 2026 ഈ നോമ്പ് കൂടി കാണുവാന് സർവശക്തനായ ദൈവം നമ്മയൊക്കെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ അസെൻഷൻ CSI സീനിയർ സ്റ്റാർസ് നോമ്പുകാല ചിന്തകൾ പങ്കിടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് നേതൃത്വം നൽകുന്നവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എനിക്കും അപ്രകാരം നോമ്പുകാല ചിന്തകൾ പങ്കിടുവാൻ ലഭിക്കുന്ന ഈ അവസരത്തിന് സന്തോഷം രേഖപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അവസരം തരുന്ന സീനിയർ സ്റ്റാർസ് ഭാരവാഹികളോടുള്ള അകമഴിഞ്ഞ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. നോമ്പുകാലത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ഇറച്ചിയും മീനും ഒക്കെ വർദ്ധിക്കേണ്ട സമയം. നസ്രാണി വിവാഹങ്ങളൊന്നും നടക്കാറില്ല. ഇറച്ചിയും മീനും ഇല്ലാതെ എന്ത് കല്യാണം എന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഏതായാലും കല്യാണങ്ങൾ നടത്താറില്ല. പിന്നെ ചാമ്പൽ ബുധനാഴ്ച മുതൽ എല്ലാ ബുധനാഴ്ചകളിലും പള്ളികളിൽ നോമ്പാരാധന, ഞായറാഴ്ചത്തെ ആരാധനയിൽ ചില പ്രത്യേക പ്രാർത്ഥനകൾ, ഇവയൊക്കെ നോമ്പിൻ്റെ സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ നോമ്പ് നമ്മെ ഓർപ്പിക്കുന്നത് ചില ആചാരങ്ങൾ, ചില ഭക്ഷണ നിയന്ത്രണങ്ങൾ, ഇവയൊക്കെയാണ്. എന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമാണോ ഈ നോമ്പ്? എന്താണ് നോമ്പിൻ്റെ ആത്മീയ ഉദ്ദേശം? ഞാൻ പറയട്ടെ, നോമ്പ് എന്നത് അടുക്കളയിലോ കലണ്ടറിലോ ആരംഭിക്കേണ്ട ഒന്നല്ല. യോവേൽ പ്രവചനം 12-13 വാക്യങ്ങളിൽ പ്രവാചകൻ പറയുന്നു, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. യഹോവയുടെ കൽപ്പനകളൊക്കെ വളരെ കൃത്യമായി ആചരിച്ചു വന്ന ഒരു ജനവിഭാഗത്തോടാണ് പ്രവാചകൻ ഇത് പറയുന്നത്. പുറമേ അല്ല ഉഗ്രൻ, പക്ഷെ അകമേയോ അത് കല്ലായത്, വഷളത്വം നിറഞ്ഞത്. ഇത് തന്നെയല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ. പുറമെ ക്ലീൻ, പക്ഷെ നമ്മുടെ ഹൃദയങ്ങളിലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന, മുറുകെ പിടിച്ചിരിക്കുന്ന ആ പാപ സ്വഭാവം ഉണ്ടല്ലോ, അത് വർജിക്കുവാൻ നാം തയ്യാറാണോ? നോമ്പുകാലത്തെ 40 ദിവസ കാലയളവിന് സമാന്തരമായിട്ട് നമുക്ക് കാണാവുന്നത് യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസവും സാത്താൻ നൽകിയ 3 പരീക്ഷകളും. ഈ മരുഭൂമി എന്ന് പറയുന്നത് പഴയ നിയമം നോക്കിയാൽ അറിയാം,
ഇസ്രായേല്യർ ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലം, ദൈവം തൻ്റെ മക്കളെ മോചിപ്പിച്ച സ്ഥലം, ഇസ്രായേൽ മക്കള് പരീക്ഷിക്കപ്പെട്ട സ്ഥലം, കനാനിൽ കടക്കുന്നതിന് മുമ്പായി അവർ നേരിട്ട പരീക്ഷകൾ, അതുപോലെ ഇസ്രായേൽ മക്കള് ദൈവത്തെ പരീക്ഷിച്ച സ്ഥലം. അതുപോലെ ഈ 40 ദിവസം എന്നതിന് പഴയ നിയമം അനുസരിച്ച് അതിന് വലിയ പ്രാധാന്യമുണ്ട്. മോശ പർവ്വതത്തിന് മുകളിൽ ദൈവത്തോടു കൂടി 40 ദിവസം, ഏലിയാവ് ഹോരേബിലെത്തുവാൻ 40 ദിവസം മരുഭൂമി യാത്ര. അപ്പോൾ 40 മോശയെയും ഏലിയാവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. അത് ന്യായപ്രമാണത്തെയും പ്രവചനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇനിയും 40 ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയെയും കാണിക്കുന്നുണ്ട്. മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് എത്തുവാൻ 10-14 ദിവസത്തെ യാത്രയെ ആവശ്യമുള്ളൂ. എന്നാൽ അതെങ്ങനെ ഈ 40 വർഷങ്ങളായിട്ട് മാറിയത്? അതിനൊരു ചരിത്രമുണ്ട്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ദേശം ഒറ്റു നോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. യഹോവയാണിത് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ. യഹോവയുടെ കൽപ്പന പ്രകാരം കനാൻ ദേശം ഒറ്റ നോക്കുവാൻ 12 പുരുഷന്മാരെ മോശ അയക്കുകയാണ്. 40 ദിവസം അവർ ആ ദേശം ഒറ്റ നോക്കി. എന്നിട്ട് എന്തുണ്ടായി? യോശുവയും കാലേബും ഒഴികെ മറ്റു 10 പേരും വളരെ ഡിസപ്പോയിന്റിങ് റിപ്പോർട്ടാണ് മോശയ്ക്ക് നൽകിയത്. അവര് ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് തിരികെ മിസ്രൈമിലേക്ക് പോകുവാൻ കൂടി തീരുമാനിക്കുക. ഇസ്രായേൽ മക്കളുടെ ദൈവത്തിലുള്ള അവിശ്വാസം, മറുതലിപ്പ്, ഇവയൊക്കെ കാരണം ഈ 40 ദിവസത്തെ ഒറ്റുനോൽപ്പ് 40 വർഷത്തെ മരുഭൂമി യാത്രയായിട്ട് പരിണമിച്ചു. അവരുടെ പാപം അവരുടെ വീഴ്ചയ്ക്ക് കാരണമായി. യോശുവയും കാലേബും ഒഴികെ അവരാരും കനാനിൽ പ്രവേശിച്ചുമില്ല. 40 അവിടെ ഒരു വമ്പിച്ച പരാജയമായിട്ട് മാറി. കാരണം ഇസ്രായേലിൻ്റെ അനുസരണക്കേട്. എന്നാൽ ഇൻ കോൺട്രാസ്റ്റ് യേശുവിൻ്റെ 40 ദിവസമോ മഹത്വകരമായിട്ടുള്ള ഒരു വിജയമായിട്ട് അത് മാറി. അത് സാത്താനെ തോൽപ്പിച്ച വിജയമായി മാറി. പഴയ നിയമ ഇസ്രായേൽ സാത്താന് കീഴടങ്ങിയെങ്കിൽ പുതിയ ഇസ്രായേലായ ക്രിസ്തു സാത്താനെ കീഴടക്കി. ദൈവവചനത്താൽ യേശു സാത്താനെ തോൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അതുപോലെ ഈ സംഭവത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മറ്റൊരു വസ്തുത കൂടി ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 40 ദിവസത്തെ ഉപവാസവും സാത്താനിൽ നിന്ന് നേരിടേണ്ടി വന്ന പരീക്ഷകളും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടം തന്നെ ആയിരുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ പറയുവാൻ കാരണം യേശു മാത്രമേ ഈ സമയത്ത് സാത്താനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും സുവിശേഷങ്ങളിൽ ഇവ എഴുതപ്പെട്ടു. സുവിശേഷ രചയിതാക്കൾ ഈ പരീക്ഷകളെ പറ്റി എങ്ങനെ അവരറിഞ്ഞു? അതവർ അറിയുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഈ വിവരങ്ങളൊക്കെ അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടും കൂടി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. സാത്താൻ ഇനിയും തൻ്റെ ശിഷ്യന്മാർക്ക് ഇതുപോലെയുള്ള പരീക്ഷകൾ കൊണ്ടുവരും. അതിനെ എങ്ങനെ നേരിടണം എന്ന മുന്നറിയിപ്പായിട്ട് ഇവയൊക്കെ യേശു അവരോട് പറഞ്ഞു. അതുകൊണ്ട് ഈ പരീക്ഷകളും അവയെ യേശു എങ്ങനെ നേരിട്ടു എന്നതും ക്രിസ്തീയ വിശ്വാസികളായ നമുക്കേവർക്കും വളരെ പ്രാധാന്യം ഉള്ളതാണ്. എന്തെല്ലാമാണ് യേശുവിനെ നേരിടേണ്ടി വന്ന പരീക്ഷകൾ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അതുപോലെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 2 സുവിശേഷങ്ങളിലും ഒരേ അധ്യായത്തിലെ 4-ാം അധ്യായം ഒരേ നമ്പർ വാക്യങ്ങളിൽ 1 മുതൽ 11 വരെ. ലൂക്കോസില് 1 മുതൽ 12 വരെ എന്ന ചെറിയൊരു വ്യത്യാസം മാത്രം. ഓർക്കുവാൻ എളുപ്പമുണ്ടല്ലേ? 3 പരീക്ഷകൾ, അവ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പരീക്ഷകളുടെ സ്വീക്വൻസ് ഉണ്ടല്ലോ, 2 സുവിശേഷങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ മാറ്റം അവിടെ നമുക്ക് കാണാം. വിശുദ്ധ മത്തായിയില് ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് ചാടുക, ആ പരീക്ഷ, അതായത് 2ാമത്തെ പരീക്ഷ. എന്നാൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തില് ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് ചാടുക എന്നത് 3ാമത്തെ പരീക്ഷയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും പരീക്ഷകളിലേക്ക് നമുക്ക് വരാം. എന്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതിൻ്റെ റെലവൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1ാമത്തെ പരീക്ഷ, ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റുക. യേശു 40 ദിവസം ആഹാരം ഒന്നും കഴിക്കാതെ വിശന്ന് തളർന്നിരിക്കുന്ന സമയം. നല്ലൊരു ഉപദേശമല്ലേ സാത്താൻ നൽകിയത്? സാത്താൻ യേശുവിനോട് പറഞ്ഞത്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. താൻ ദൈവപുത്രൻ എന്ന് കാണിക്കുവാൻ നല്ല ഒരു അവസരമല്ലേ യേശുവിന് ലഭിച്ചിരിക്കുന്നത്? തൻ്റെ എതിരാളിയെ കൺവിൻസ് ചെയ്യുവാൻ പറ്റിയ അവസരം. എന്നാൽ യേശു ആ പരീക്ഷയെ വീഴുന്നില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനവും സകല കൽപ്പനകളും ജീവിക്കുവാൻ ആവശ്യമാണ്. ഞാൻ ഈ പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ടൈറ്റിൽ എന്താണെന്ന് അറിയാമോ? ദൈവത്തെ കൂടാതെയുള്ള അപ്പം. അപ്പം എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് അത് ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ എല്ലാ പൊസഷൻസും, എല്ലാ മെറ്റീരിയൽ പൊസഷൻസും അതിലുൾപ്പെടും. നമ്മുടെ സമ്പത്ത്, നമുക്ക് ഈ ലോകത്തിൽ സ്വന്തമായിട്ടുള്ളതെല്ലാം, അവയെല്ലാം അപ്പത്തിൽപ്പെടുന്നതാണ്. ലോകത്തിൽ ഒരാൾക്ക് സമ്പത്തുണ്ടാകുന്നതിൽ, പണം സമ്പാദിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് ദൈവവിഷയമാകാതെ, നീതിയും ന്യായവുമില്ലാതെ അവിഹിതമായിട്ട് അത് കരസ്ഥമാക്കുക, അവിടെയാണ് പ്രശ്നം. സദൃശവാക്യങ്ങൾ 11:1 ശലോമോൻ പറയുന്നു, കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്ത പടിയോ അവന് പ്രസാദം. കള്ളത്തുലാസ്, കള്ളക്കണക്ക്, ഇവയിൽ കൂടെയൊക്കെ പണം ഉണ്ടാക്കുക, അത് യഹോവ ഒരിക്കലും പൊറുക്കുകയില്ല. കുറുക്കു വഴികളിൽ കൂടെ സമ്പന്നനാകുക, അത് സാത്താന്റെ പ്രവൃത്തിയാണ്. ഇനി 2ാമത്തെ പരീക്ഷ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്നും ചാടുക. ദേവാലയം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയം. അതൊരു മലയുടെ മുകളില്. ഇനി ആ മലയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് ചാടുക. പിനക്കിൾ ഓഫ് ദ ടെമ്പിൾ. ധാരാളം ജനങ്ങൾ വരുന്ന സ്ഥലമാണ് ഈ ദേവാലയം. യേശു ഇങ്ങനെ ചാടുമ്പോൾ ദൂതന്മാർ യേശുവിനെ പിടിച്ചുകൊള്ളും. അപ്പോൾ ജനങ്ങളെല്ലാം ഇത് കാണും. യേശുവിൻ്റെ പ്രസിദ്ധി ഉടനടി വർദ്ധിക്കും. യേശുവിന് ഇനി ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ജനം അപ്പോൾ മനസ്സിലാക്കും. അവർ യേശുവിനെ പിടിച്ച് രാജാവാക്കും. അപ്പോൾ തന്നെ യേശു അങ്ങനെ മഹത്വപ്പെടും. ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരാവശ്യവുമില്ല. പിതാവിൻ്റെ ഇഷ്ടം നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ തന്നെ മഹത്വം. ഞാൻ അതിന് കൊടുക്കുന്ന ടൈറ്റില് ദൈവത്തെ കൂടാതെയുള്ള മഹത്വം. പ്രിയമുള്ളവരെ, നമ്മളും ഇങ്ങനെയുള്ള പരീക്ഷകൾ അകപ്പെടാറില്ലേ?
സ്വന്തം നാമമഹത്വത്തിനായിട്ട് നാം എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത്? എല്ലാം സ്വന്തം കഴിവ്, സ്വന്തം ജ്ഞാനം, സ്വന്തം വിവേകം കൊണ്ട് ചെയ്യുന്നുവെന്ന് നമ്മളൊക്കെ വീമ്പടിക്കുകയല്ലേ? മറ്റാർക്കുമില്ലാത്ത കഴിവുകൾ എനിക്കുണ്ടെന്നുള്ള ഒരു ഭാവം, ദൈവത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ സ്വന്തം പേര് മഹത്വപ്പെടണം, ദൈവത്തെ കൂടാതെയുള്ള മഹത്വം. ഇനി മൂന്നാമത്തെ പരീക്ഷ, സാത്താനെ ഒന്ന് വണങ്ങുക. ഈ കാണുന്നതെല്ലാം നിൻ്റേത്. എന്തെളുപ്പമായി കാര്യങ്ങൾ. സാത്താൻ ഒന്ന് അടിമപ്പെട്ടാൽ മാത്രം മതി, പിന്നെ എല്ലാ അധികാരവും നിൻ്റേതാകും. സാത്താൻ പറയുന്നത് പോലെ അങ്ങ് പ്രവർത്തിച്ചാൽ മതി. ഞാൻ ഇതിന് കൊടുക്കുന്ന ടൈറ്റില് ദൈവത്തെ കൂടാതെയുള്ള അധികാരം. ഈ പരീക്ഷയിൽ നമ്മൾ അകപ്പെടാറില്ലേ? നീതി ന്യായം ഒന്നും നോക്കാതെ അന്യായ മാർഗങ്ങളിൽ കൂടെ, കുതന്ത്രങ്ങളിൽ കൂടെ അധികാരം പിടിച്ചടക്കുക. ദൈവത്തെ കൂടാതെയുള്ള അധികാരം. ഈ അധികാരവും ഉത്തരവാദിത്വവും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സ്റ്റാൻലി എന്ന ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, വിത്ത് ഗ്രേറ്റ് പവർ there must also come great responsibility. ശരിയല്ലേ? പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി are the two sides of a coin. They go hand in hand. Two are inseparable. അത് നമ്മൾ മറക്കുന്നു. When someone gets an authority, it brings with it a moral obligation to use that influence wisely, ethically, and for the greater good, and ultimately for the glory of God. അധികാരം സാത്താന്റെ രാജ്യം സ്ഥാപിക്കുവാനല്ല ഉപയോഗിക്കേണ്ടത്, ദൈവത്തെ കൂടാതെയുള്ള അധികാരം. താലന്തുകളുടെ ഉപമയിൽ ഓർക്കുക, യജമാനൻ തന്റെ ദാസന്മാർക്ക് അവരുടെ കഴിവുകൾ അനുസരിച്ച് താലന്തുകൾ നൽകി. അത് യുക്തമായി ഉപയോഗിക്കാനുള്ള അധികാരവും നൽകി. യുക്തമായി ഉപയോഗിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്വം. അവസാനം കണക്ക് ചോദിക്കുമെന്നും അവർക്കറിയാം. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ ആ ഉത്തരവാദിത്വം മറന്നു. ദുഷ്ടദാസനെ എന്ന വിളി കേൾക്കേണ്ടി വന്നു. ഉള്ളതും കൂടെ അവൻ്റെ കയ്യിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടു. കരച്ചിലും പല്ലുകടിയുമുള്ള ഇരുട്ടിലേക്ക് അവൻ തള്ളപ്പെട്ടു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ നോമ്പ് കാലത്ത് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വർദ്ധിക്കേണ്ടതല്ലേ? അത് അടുക്കളയുമായിട്ടോ കലണ്ടറുമായിട്ടോ ഉള്ള ബന്ധത്തിലല്ല. നമുക്ക് വെള്ള തേച്ച കല്ലറകളാകുന്നില്ലേ? ഒരു സ്വയം ശോധന നടത്തുക. യേശു പറഞ്ഞു, നിങ്ങൾ കിണ്ടികിണ്ടങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, എന്നാൽ അകമേ അശുദ്ധി നിറഞ്ഞവരെ. എന്നെ ഉൾപ്പെടുത്തി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്ന ദുഷിച്ച സ്വഭാവങ്ങൾ, ദൈവത്തെ കൂടാതെയുള്ള അപ്പം, ദൈവത്തെ കൂടാതെയുള്ള മഹത്വം, ദൈവത്തെ കൂടാതെയുള്ള അധികാരം, അവയൊക്കെ ഒന്ന് തുടച്ച് മാറ്റി നമ്മെ വെടുപ്പാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കേട്ട പാട്ടിൻ്റെ വരികൾ ഓർക്കുന്നില്ലേ? പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഹൃദയം പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ ലെന്റ് കാലത്ത് ഞങ്ങളെ പുറമേയുള്ള ആചാരങ്ങളിൽ നിന്ന് അന്തരാത്മാവിൻ്റെ നവീകരണത്തിലേക്ക് ഞങ്ങളെ ഏവരെയും നയിക്കണമേ. യേശുവിനൊപ്പം ഈ ലോകമാം മരുഭൂമിയിൽ വിജയം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനാ.